എറണാകുളത്തെ വിമതർക്കെതിരെ നടപടികളിലേക്ക് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ. സമയബന്ധിതമായി ഏകീകൃത കുർബാന പൂർണ്ണമായും അർപ്പിക്കുന്നതിലേക്ക് കടക്കുന്നതിന്റെ ആദ്യപടിയായി അതിരൂപതയിലെ എല്ലാ പള്ളികളിലെയും കുർബാന സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട് വികാരിമാർക്ക് രജിസ്റ്റർ ചെയ്ത് കത്തയച്ചു. ഒരേ സമയം 50-ലേറെ പേർക്ക് രജിസ്റ്റർ ചെയ്ത കത്ത് അയക്കാനാവില്ലെന്നതിനാൽ വൈദികർക്ക് 50 വീതം പല തവണയായാണ് എറണാകുളം അങ്കമാലി അതിരൂപത കാര്യാലയത്തിൽ നിന്ന് കത്തയച്ചത്. എല്ലാ പള്ളികളിലെയും വികാരിമാർക്ക് അതിരൂപത ആസ്ഥാനത്ത് നിന്ന് നേരിട്ടാണ് വിശദീകരണ കത്ത് അയച്ചത്. സാധാരണ ഫൊറോന വികാരിമാർക്ക് കത്തുകൾ നൽകി ഇടവക വികാരിമാർക്ക് കൈമാറുന്ന രീതിയായിരുന്നു. എന്നാൽ ഇക്കുറി എല്ലാ ഇടവക വികാരിമാരും കത്ത് കൈപ്പറ്റുന്നുവെന്ന് ഉറപ്പാക്കാനാണ് രജിസ്റ്റേർഡായി അയച്ചതെന്നാണ് അറിയുന്നത്. ഇങ്ങനെ കത്തയച്ചതുമായി ബന്ധപ്പെട്ട് 53 പേർക്കെതിരെ നടപടി എന്ന വ്യാജ പ്രചാരണങ്ങളും സമൂഹമാധ്യമങ്ങളിൽ കൊഴുക്കുകയാണ്. നവംബർ 4-ാം തീയതി പള്ളികളിൽ വായിക്കാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അയച്ച സർക്കുലർ ജനങ്ങളെ അറിയിച്ചോ എന്നാണ് ആദ്യമായി ചോദിച്ചിരിക്കുന്നത്. ഏകീകൃത കുർബാന സമയക്രമം പാലിച്ച് അർപ്പിച്ചില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മുന്നറിയിപ്പ് നൽകുന്നു. നവംബർ 30-നകം കത്തിനൊപ്പമുള്ള ഫോം പൂരിപ്പിച്ച് അതിരൂപതയിൽ നൽകണമെന്നാണ് നിർദ്ദേശം. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിന്റെ കത്ത് ഇങ്ങനെ: 2024 നവംബർ 4-ന് പള്ളിയിൽ വായിക്കുന്നതിനായി ഒരു സർക്കുലർ അതിരൂപത കച്ചേരിയിൽ നിന്നും നൽകിയിരുന്നതാണല്ലോ. പ്രസ്തുത സർക്കുലർ പള്ളിയിൽ വായിച്ച് ജനങ്ങളെ അറിയിച്ചോ ഇല്ലയോ എന്ന വിവരം രേഖാമൂലം അതിരൂപത കച്ചേരിയെ അറിയിക്കേണ്ടതാണ്. ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതിനുള്ള ഒരുക്കമെന്നോണം 2024 ജൂൺ 9-ലെ സർക്കുലറിലും ജൂൺ 29-ലെ സിനഡാനന്തര അറിയിപ്പിലും ജൂലൈ 1-ലെ അറിയിപ്പിലും നൽകിയിരുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായുള്ള ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവ് ലഭിക്കാൻ ഇടവക ദേവാലയങ്ങളിൽ നിലവിലുള്ള സമയക്രമങ്ങളിൽ ആയിരിക്കണം ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതെന്ന് 30/10/2024 നൽകിയ സർക്കുലറിൽ ആവശ്യപ്പെട്ടിരുന്നല്ലോ. അതനുസരിച്ച് ആ പള്ളിയിൽ കുർബാന അർപ്പണം നടത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുക. ഇടവക വികാരിമാരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. അതേസമയം നവംബർ 4-ന് അതിരൂപതയിൽ തിരുപ്പട്ടം സ്വീകരിച്ച നവവൈദികർ നൽകിയ ചുമതലകൾ ഏറ്റെടുത്തു. തങ്ങൾക്ക് അനുവദിച്ച വിവിധ ഇടവകകളിലും സ്ഥാപനങ്ങളിലുമെത്തി ഇവർ ചുമതലയേൽക്കുകയായിരുന്നു. വൈദികരെ, മാതാപിതാക്കളെ, സ്നേഹിത സഹോദരങ്ങളെ, അച്ഛന്റെ നവവൈദികരെല്ലാം ഏകീകൃത കുർബാന മുടങ്ങാതെ അർപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ട്.